തിരൂരിൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്ന് തിരൂരിലെ ലീഗ് സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ. തിരൂരിൽ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സിറ്റിംഗ് MLA കൂടിയായ കുറുക്കോളി. താൻ എല്ലാവരുടെയും പ്രതിനിധിയാകാനാണ് മത്സരിക്കുന്നതെന്ന് കുറുക്കോളി വ്യക്തമാക്കി. ഒരു ആശങ്കയില്ല. ഞാൻ പിന്നെ വോട്ടർമാരെയാണ് മുമ്പിൽ കാണുന്നത്. അവർ പിടിക്കുന്ന കൊടിയോ അവരുടെ ജാതിയോ മതമൊന്നും ഞാൻ അന്വേഷിച്ച് പോകാറില്ല. ഞാനിവിടെ 2 ലക്ഷത്തിലപ്പുറം വോട്ടർമാരുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമാണ്. ഓരോരുത്തരെയും കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പരമാവധി ആളുകളെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവരെ കൊടി ഏതാണ്, കൈക്കലുണ്ടോ, ഒരു ജാതി ഏതാണ്, എന്താ അച്ഛനും അമ്മയും പേരിട്ടിരിക്കുന്നത് എന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല. വോട്ടർമാരായി മുഴുവൻ ആളുകൾ ഞാൻ സമീപിക്കുകയാണ്. ഇല്ല, ഞാനിവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനല്ലേ നിൽക്കുന്നത്. ഞാൻ ഇവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനാണ്. തിരൂരിൽ SDPI മത്സരിക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. തിരൂർ ആസ്ഥാനമായി ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കുറുക്കോളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നമ്പർ 1 ആയാൽ തീരദേശം കേന്ദ്രമാക്കിയിട്ട് ഒരു തിരൂർ ജില്ല വേണമെന്നുള്ള ആവശ്യം കുറേക്കാലമായി അന്തരീക്ഷിച്ചിരുന്നു. ഞാൻ ഒരു തിരൂർ ജില്ല എന്നുള്ളതല്ല, നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പകുതി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയാൽ ഇതിനേക്കാൾ കൂടുതൽ ജില്ലകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ജില്ലകളുടെ ഒരു പുനർവിഭജനത്തിന് വേണ്ടി കമ്മീഷനെ വെച്ച് പഠിച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ജില്ല തിരിച്ചുകൊണ്ട് പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്ന സന്ദർഭം ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എല്ലാ ജില്ലക്കും മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു. വയനാട് ജില്ലയ്ക്ക് മെഡിക്കൽ കോളേജ് കിട്ടി, കാസർഗോഡിന് കിട്ടി, പാലക്കാടിന് കിട്ടി, പത്തനംതിട്ട കിട്ടി, ഇടുക്കിക്ക് കിട്ടി. ഇടുക്കിയിലെ ജനസംഖ്യയും തിരൂരിലെ മലപ്പുറത്തെ ജനസംഖ്യയും 3 ഇരട്ടിയാണ് ഇടുക്കിയുടെ ജനസംഖ്യയേക്കാൾ ഇവിടെ ഉണ്ട്. വയനാട്ടിലെ ജനസംഖ്യയുടെ 5 ഇരട്ടി ജനസംഖ്യ ഇവിടെ ഉണ്ട്. അവിടേക്ക് ഒരു മെഡിക്കൽ കോളേജ്, മലപ്പുറത്തിന് ഒരു മെഡിക്കൽ കോളേജ്. ഞാൻ പറയുന്നത് ജില്ലകൾ, കൂടുതൽ ജില്ലകൾ ഉണ്ടായാൽ ഇവിടെ എത്ര മെഡിക്കൽ കോളേജ് വരും? ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്. 5 വർഷവും സംസ്ഥാന സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിട്ടതായി കുറുക്കോളി ആരോപിച്ചു. താൻ MLA ആയി ചുമതലയേൽക്കുമ്പോൾ തിരൂരിൽ 3 പാലങ്ങൾ കാലുകളിൽ ഒതുങ്ങി നിന്നിരുന്നു. അവയിൽ 2 യാഥാർത്ഥ്യമാക്കി. പോലീസ് ലൈൻ ബൈപ്പാസിലെ പാലത്തിന് പരമാവധി ശ്രമിച്ചെങ്കിലും സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല. ഒടുവിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ടിന് ശ്രമിച്ചു. ET മുഹമ്മദ് ബഷീർ മുഖേന ഫണ്ട് തരപ്പെടുത്തിയപ്പോൾ ഭരണാനുമതി നൽകാതെ സർക്കാർ വീണ്ടും കുരുക്കിട്ടു. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഒടുവിൽ സമരഭീഷണി വരെ മുഴക്കിയതിനെ തുടർന്ന് 15 മാസത്തിന് സർക്കാർ അനുകൂല നടപടിയെടുത്തതെന്ന് കുറുക്കോളി വ്യക്തമാക്കി. പൂങ്ങോട്ടുകുളം ഫ്ളൈ ഓവർ പദ്ധതി പൊറ്റത്തുപടി മുതൽ നടുവിലങ്ങാടി വരെ ആക്കുന്നതിന് ശ്രമം നടത്തിയിരുന്നതായി കുറുക്കോളി വ്യക്തമാക്കി. പഠനങ്ങൾക്കൊടുവിൽ പദ്ധതി പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയതായും റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് ഒടുവിലത്തെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്ലൈ ഓവറിനുമായി ബന്ധപ്പെട്ട് അത് സ്റ്റേഡിയം മുതൽക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് വരേക്കുള്ള ചെറിയൊരു സ്ഥലത്തേക്ക് മാത്രമാണ് അംഗീകരിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ തലത്തിൽ ഒരു പഠനം നടത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകന്മാരും ഒക്കെ കൂടി ആലോചിച്ചു, ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി ഒക്കെ സംസാരിച്ചപ്പോൾ വ്യാപാരി വ്യവസായി സമിതിയുമായി ഒക്കെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു ചിന്ത ഞാൻ അവരുമായി പങ്കുവച്ചു. ഒന്ന്, സ്റ്റേഡിയം വിപുലീകരിക്കുന്നതോടുകൂടി അവിടെ MS സ്കൂളുകളിലെ ആ റോഡും ഇതിൻ്റെ ഇടയിൽ അവിടെ ഭയങ്കരമായ ജനത്തിരക്ക് വരും കളിയൊക്കെ നടക്കുന്ന സന്ദർഭം. ഇപ്പോഴത്തെ അതേപോലെ തന്നെ നമ്മൾ ഈ റോഡ് റെയിൽവേ സ്റ്റേഷൻ, മലയാളം സർവകലാശാല റോഡ് എന്ന രീതിയിൽ അത് വികസിപ്പിച്ച് വരുമ്പോൾ ഇവിടെയും പൂങ്ങോട്ടുകുളവും ഭയങ്കര തിരക്ക് വരും. ആ പാലം കടന്നു വരുന്ന ആളുകൾ കൂടി തിക്കിലേക്കാണ് വരിക, രണ്ടറ്റത്ത്. അപ്പോൾ ഈ ഫ്ലൈ ഓവർ കൊണ്ട് താഴെ പാലത്തെ ഒരു തിരക്ക് കുറക്കാൻ കഴിയുമെന്നല്ലാതെ നഗരത്തിൻ്റെ ഒരു പ്രയാസത്തിന് അറുതി വരുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അപ്പുറത്തെ വളവ്, അവിടെ AAK മാളിൻ്റെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങി KG പടി വരേക്കെങ്കിലും
ഈ പൂങ്ങോട്ടോളം ഈ തുഞ്ചൻ പറമ്പിലേക്ക് പോകുന്ന റോഡും മറികടന്ന് അവസാനിക്കുന്ന രീതിയിലെങ്കിലും ചുരുങ്ങിയത് ഫ്ലൈ ഓവർ കിട്ടിയാലേ ഗുണമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വ്യാപാരികൾ എല്ലാവരും കൂടി വന്നിട്ട് അവർക്കുണ്ടാകുന്ന ഒരു തടസ്സം പറഞ്ഞു, പ്രയാസം. അപ്പോൾ അത് അവർ എന്ന് വെച്ചാൽ കച്ചവടമൊക്കെ മുടങ്ങി പോകും, ഞങ്ങൾക്ക് സ്ഥലം മാറിപ്പോകേണ്ടി വരും, പിന്നെ ആളുകൾ വരും, അത് ഒരു പ്രയാസമാണ്. ഇതും മനസ്സിൽ വെച്ചു വീണ്ടും ചർച്ച ചെയ്ത് അപ്പോൾ 100 കോടി രൂപ വേണം ഞാൻ പറഞ്ഞതനുസരിച്ച് പൂർത്തീകരിക്കാൻ. 40 കോടിയാണ് ഇപ്പോൾ ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ഒന്ന് പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞത് അത്രയും വലിയൊരു തുക ചെലവഴിക്കേണ്ട, അത്രമാത്രം വലിയൊരു തിരക്ക്, വാഹന തിരക്ക് ഇവിടെ ഇല്ല എന്നാണ് അവർ റിപ്പോർട്ട് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഞാൻ അവർ കിഫ്ബി മേധാവികളുമായി സംസാരിച്ചു. അപ്പോൾ അവരുടെ അവസാന തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് ഈ റോഡ് വീതി കൂട്ടുക. നമ്മുടെ അപ്പുറം നെർമരുതൂരിലെ മേൽപ്പാലം മുതൽക്ക്, റെയിൽവേ മേൽപ്പാലം മുതൽക്ക് BP അങ്ങാടി വരെയുള്ള റോഡ് വീതി കൂട്ടാൻ 40 കോടി രൂപ അതിനുവേണ്ടി കിഫ്ബി നീക്കി വെച്ചിട്ടുണ്ട്. അതിനെ മറ്റു നടപടികളായിട്ട് അനുമതിയും സാങ്കേതിക അനുമതിക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ചർച്ച ഇതിന്റെ അടിയിൽ ആയതുകൊണ്ട് 15 ദിവസം മുമ്പാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പറ്റും. പയ്യനങ്ങാടി പനമ്പാലം റോഡ് വീതി കൂട്ടി നവീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മണ്ഡലത്തിൽ വികസനം വന്നിട്ടില്ലെന്ന് ആരോപിക്കുന്നവർ ഈ റോഡ് വഴി യാത്ര ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. താനൂർ ബോട്ട് ദുരന്തത്തിൽ ഇരകൾക്ക് സഹായം നൽകുന്നതിൽ നീതി പുലർത്തിയിട്ടില്ല. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ പോലും താനൂരിലെ MLAക്ക് സാധിച്ചില്ല. മലയാള സർവകലാശാലയ്ക്ക് ഏറ്റെടുത്ത ഭൂമി കെട്ടിട നിർമ്മാണത്തിന് യോഗ്യമല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രി റോഡും അച്ചുട്ടി റോഡും വീതി കൂട്ടി നവീകരിക്കുന്നതിന് തിരൂരിലെ ഇടത് സ്ഥാനാർത്ഥി V. അബ്ദുറഹ്മാൻ സ്ഥലം വിട്ടു നൽകിയിട്ടില്ലെന്നത് വസ്തുതയാണെന്നും സംശയമുള്ളവർക്ക് ഇതുവഴി യാത്ര ചെയ്താൽ ബോധ്യമാകുമെന്നും കുറുക്കോളി മൊയ്തീൻ കൂട്ടിച്ചേർത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് KA പത്മകുമാർ, കൺവീനർ വെട്ടം ആലിക്കോയ, തിരൂർ നഗരസഭാധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവരും പങ്കെടുത്തു. എഡിറ്റർ ലൈവ്, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.